വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനും എൻ്റെ ശ്രേയക്കുട്ടിയും കൂടിയാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഫ്ലഫി ഓംലേറ്റ് ആണ്. സാധാരണ എല്ലാവരും ഓംലേറ്റ് ഉണ്ടാക്കും, ആൺകുട്ടികളും അതുപോലെ പെൺകുട്ടികളും ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഓംലേറ്റ്. അതിലൊരു വെറൈറ്റി ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാക്കാവുന്നതാണ്. അതാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ്. അപ്പൊ നമുക്ക് ഈ ഓംലേറ്റ് ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനമാണ് വേണ്ടതെന്ന് നോക്കാം. നമുക്ക് ശ്രേയക്കുട്ടി അത് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരും. അപ്പൊ ആദ്യമേ മുട്ട വേണം. അത് തന്നെ മുട്ട. പിന്നെ നമുക്ക് എന്താ വേണ്ടേ? 2 മുട്ട വേണമല്ലേ? 2 മുട്ട വേണം. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അതുപോലെ പിന്നെ ആവശ്യത്തിന് ഉപ്പെടുക്കാം. അതുപോലെ അതിടാൻ വേണ്ടി ദേ സ്പൂൺ, അതുവരെ ശ്രേയക്കുട്ടി കാണിക്കുന്നുണ്ട്. പിന്നെ ദേ നോക്കട്ടെ, ഇതെന്താ? മുളക് പൊടിയും മസാലപ്പൊടിയും കൂടി ചേർത്ത് ഒന്നിച്ച് വെച്ചിരിക്കുന്നതാണ്, മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ എരിവിനനുസരിച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇനി നമുക്ക് അടുത്ത് വേണ്ട ഒരു സാധനമാണ് ബീറ്റർ. ബീറ്റർ ഇല്ലെന്ന് എഴുതി നിങ്ങൾ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് വിസ്ക് ഉപയോഗിച്ചു ഇത് ചെയ്യാവുന്നതാണ്. പിന്നെ ബീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് വേഗം തന്നെ ചെയ്യാം. അതിനാണ് ബീറ്റർ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ ഈ ബൗളിനകത്തേക്ക് 2 മുട്ടയും പൊട്ടിച്ചിടാം. അവിടെ ഉണ്ടോട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പൊ ഓരോരുത്തർക്കും അളവ് അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഒരുപാടൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തോരമാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്ര ഇട്ടാൽ മതി. ഓക്കെ, ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്യണം, എങ്കിലാണ് നമുക്ക് നല്ല കട്ടപ്പത കിട്ടുള്ളൂ. ഇപ്പോൾ വിസ്ക് ഉപയോഗിച്ച് ചെയ്യുന്നവരും അതിൻ്റെ നല്ല പത വരുന്നത് വരെ വിസ്ക് ഉപയോഗിച്ച് ചെയ്യുക. അതിനുശേഷം നമുക്ക് പാൻ അടുപ്പത്ത് വെക്കാം. ഇനി നമുക്ക് ഈ പാനിലേക്ക് ബട്ടർ തേക്കണം. ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യം പറയാൻ വിട്ടുപോയതാണ്. ഞാൻ അമൂൽ ബട്ടറാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ പാനിൽ ഫുള്ളായിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. അതിനുശേഷമാണ് നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്ന ആ ഓംലേറ്റിൻ്റെ ആ കട്ട പതയില്ലേ, അത് ഇതിലേക്കിടാം. പത ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഫില്ല് ചെയ്ത് ഇടുക, അങ്ങനെ എല്ലാ ഭാഗത്തും എത്തത്തക്ക വിധത്തിൽ. അതുപോലെ തന്നെ നമ്മൾ തീ വെക്കുന്നതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം തീ കൂട്ടി കുറച്ചൊന്നും വെക്കരുത്. കാരണം എപ്പോഴും ഒരു ഇതിൽ തന്നെ വെക്കാൻ ശ്രമിക്കുക. ഇപ്പൊ കുറച്ചാണ് നിങ്ങൾ വെക്കണമെങ്കിൽ അതേ പൊസിഷനിൽ തന്നെ വെക്കുക. ഇപ്പൊ കുറച്ച് അതിൽ തന്നെ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ല. അപ്പൊ കരിഞ്ഞു പോകാതൊക്കെ ഇരിക്കും. കൂട്ടി വെച്ചാൽ പെട്ടെന്ന് അടിവശം കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും കുറച്ച് വെച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ആദ്യമേ തന്നെ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആ മുളക് പൊടിയും മസാലപ്പൊടിയും കൂടി മിക്സ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇപ്പൊ കാണാൻ നല്ല രസമുണ്ടല്ലേ? കണ്ടു കഴിഞ്ഞ ഒരു പിസ്സയുടെ ലുക്കൊക്കെ ഉണ്ട്. അതിനുശേഷം കുറച്ച് സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. കാരണം ഇതിൻ്റെ അടിയിൽ നന്നായിട്ട് വെന്ത് വന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് തിരിച്ചിടാം. അപ്പോൾ വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇടയ്ക്ക് നമ്മളിങ്ങനെ പതിയെ ഒന്ന് പൊക്കി നോക്കണം. അപ്പോഴാണ് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ വെന്തതിന് ശേഷം തിരിച്ചിടുമ്പോഴേക്കും ശ്രദ്ധിക്കേണ്ട കാര്യം, തിരിച്ചിട്ട് ഉടനെ തന്നെ നമുക്ക് ഈ ഗ്യാസ് ഓഫ് ചെയ്യണം.
പിന്നെ നിങ്ങൾ സെർവ് ചെയ്യാൻ നേരത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ചൂടാറുന്നതിന് മുന്നേ തന്നെ ഇത് കഴിക്കണം. കാരണം ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ സാധാ ഒരു ഓംലേറ്റിൻ്റെ സൈസിലേക്ക് പോകും. അല്ലാതെ നല്ല കട്ടിക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ കഴിക്കണം. അപ്പോൾ നമ്മുടെ ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട്. അതായത് ഫ്ലഫി ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫ്ലഫി ഓംലേറ്റ് നമ്മൾ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ, വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ആദ്യമേ ടേസ്റ്റ് ചെയ്യട്ടെ കേട്ടോ. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് ഇത് കഴിച്ചിട്ട് സൂപ്പറാണെന്ന് പറയുന്നതല്ല, സംഭവം സൂപ്പർ തന്നെയാണ്. ഇപ്പൊ ഒന്ന് കഴിച്ചു നോക്കട്ടെ. നമ്മുടെ സാധാ ഓംപ്ലേറ്റ് ആണ്, പക്ഷെ എന്താ പറയും, അതിനേക്കാൾ നല്ലൊരു സൂപ്പറാണ്. ഒരു ബണ്ണ് ഒക്കെ കടിക്കണ പോലെ നല്ല വലുതായിട്ട് വന്നേക്കണോണ്ട് നമുക്കത് ഫീൽ ചെയ്യും. അതുപോലെ സോസ് മുക്കി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതുപോലെ ഉപ്പും അതുപോലെ നമ്മളിട്ട ചിക്കൻ പൊടിയുടെ ഒരു ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ചിക്കൻ്റെ ഫീലിംഗ് ഒക്കെ തോന്നും. സൂപ്പറാ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തുടക്കത്തിൽ തന്നെ ശ്രേയക്കുട്ടി ഉണ്ടായിരുന്നെങ്കിലും പാതി വഴിക്ക് വെച്ച് ശ്രേയക്കുട്ടി പോയി. അതുകൊണ്ടാണ് നമുക്ക് ലാസ്റ്റ് ഇൻട്രോ എന്താ പറയുക ഔട്ട്രോ എടുക്കാൻ ശ്രേയക്കുട്ടിയെ കിട്ടാതിരുന്നത്. അപ്പോൾ ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.